ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെറീസ് കിച്ചൻ്റെ പുതിയൊരു പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റൈസാണ് കാണിക്കുന്നത്. കബാലിയത്ത് എന്നാണ് ഈ റൈസിൻ്റെ പേര്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്കും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പെരുന്നാളിന് തന്നെ ഉണ്ടാക്കി നോക്കുക. പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ചോറാണ്. ഒരു പ്രത്യേക ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്, ഞാൻ ഉറപ്പ് തരികയാണ്. എന്തായാലും നമ്മൾ പെരുന്നാൾ വേറെ രീതിയിൽ ആഘോഷങ്ങളൊന്നും ഇത്തവണയില്ല. അപ്പോൾ നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കബാലിയത്ത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ആദ്യം കാണിക്കാം. 2 മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, പിന്നെ മല്ലിയില വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂൺ ആണ്, 2 ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക, 1 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ചിക്കനാണ് വേണ്ടത്. ചിക്കൻ ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ട് ഇത്. പിന്നെ 2.5 കപ്പ് ബസ്മതി അരി അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തതാണ്. ഞാൻ 2.5 കപ്പ് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും സാധനങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങാം. അപ്പോൾ ഞാൻ സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് സവാള വഴറ്റിയെടുക്കാനാണ്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക, മുഴുവനായിട്ട് ഉള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ കാണുന്ന ഓളും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി അതിൽ ചേർത്തിട്ടുള്ള പച്ചമുളകൊക്കെ നന്നായിട്ട് ഉടയുന്ന പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറാണ് കുറച്ച് മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് കപ്സ മസാല അല്ലെങ്കിൽ അറബിക് മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കണം. ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു മുഴുവൻ ഭാഗം എടുത്തിട്ടില്ല, അതിനൊരു ചെറിയ കഷ്ണം ഞാൻ മാറ്റി വെച്ചിരുന്നു. ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1 കിലോ അരി വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ചിക്കൻ സ്റ്റോക്കിൻ്റെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അതിൽ ഉപ്പ് ഉണ്ടായിരിക്കും. ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിവിടെ നന്നായിട്ട് കിടന്നൊന്ന് വേവണം. നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും മല്ലിയിലയും ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒരു പകുതി വേവുന്ന സമയത്താണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. അപ്പോഴേക്കും ചിക്കനും വെന്ത് കിട്ടും. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് അരി വേവിക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു വലിയ സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിവിടെ ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് നന്നായിട്ട് ചൂടാക്കി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ആണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കപ്സ മസാല ചേർത്ത് കൊടുക്കണം.
ഒരു മാഗി ക്യൂബിൻ്റെ പകുതിയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ 1 കിലോ അരി വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 മാഗി ക്യൂബ് റൈസിലും 1 മാഗി ക്യൂബ് ചിക്കനിലും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്കൊരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുക. 1ൻ്റെ പകുതി മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം. ബസ്മതി അരി എപ്പോൾ വേവിക്കുകയാണെങ്കിലും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ അരിയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ചിക്കനും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റി വെക്കണം. ഇത് നമ്മൾ ചോറിൽ ചേർക്കാനുള്ളതാണ്. വെള്ളത്തിലേക്ക് റൈസ് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് റൈസിലേക്ക് ചേർക്കാനുള്ളതാണ്. ഇത് ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഇത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ചോറിനുള്ളത് നോക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി മുഴുവനായിട്ടും ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചോറ് കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ചോറിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. വീണ്ടും പറയണം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ചോറാണത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കണം. വേവ് കൂടിപ്പോകുമെന്ന് പേടിക്കൊന്നും വേണ്ട, നമ്മൾ വെള്ളമൊക്കെ പാകാക്കി വെച്ചതാണ്. അപ്പോൾ ചോറ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറൊന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു എന്തെങ്കിലും ഒരു വെയിറ്റും കയറ്റി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഇതുപോലെ വിളമ്പിയെടുക്കാം. ആദ്യം റൈസ് വിളമ്പി അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.